പിതാവേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പച്ചാ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം അപ്പാ, സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദാവീദിൻ്റെ സങ്കീർത്തനം 119 അധ്യായത്തിൻ്റെ 57 111 വാക്യങ്ങളാണ് സമർപ്പിക്കുന്നത്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകളാണ് എന്നേക്കും എൻ്റെ ഓഹരി, അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. കർത്താവിൻ്റെ വചനം. നമ്മളുടെ ഹൃദയത്തിൻ്റെ ആനന്ദം എന്താണ്? കർത്താവിൻ്റെ വചനമാണ്. അപ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം ഈ ഭൂമിയിൽ മറ്റെന്ത് നമുക്ക് നൽകിയാലും കിട്ടത്തില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വചനത്തോടൊപ്പമുള്ള ആനന്ദം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആനന്ദത്തിൽ നിറയാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവാണ് എൻ്റെ ഓഹരി എന്ന് നമ്മൾ പറയണം. നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് വീതിച്ചു തരുന്ന പണമോ സ്ഥലമോ ഒന്നുമല്ല, കർത്താവാണ് എൻ്റെ ഓഹരി. അവിടുത്തെ പ്രമാണങ്ങൾ, അവിടുത്തെ കൽപ്പനകൾ നിരന്തരം ഞാൻ ഉരുവിടും. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും, കർത്താവിൻ്റെ മകനാവും മകളാവും. ഇങ്ങനെ വാഗ്ദാനം ചെയ്ത് യേശുവിൻ്റെതായി യേശുവിൻ്റെ കൂടെ നടന്ന് ജീവിക്കുന്ന മക്കളായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ പൊന്മുഖം നോക്കുന്നവരെല്ലാം പ്രകാശിതരായി മാറും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് യേശുവിൻ്റെ പൊന്മുഖം നോക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഓഹരിയിൽ പങ്കുകാരാകാം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഉണ്ടല്ലോ, ധാരാളം ഉണ്ടല്ലോ കർത്താവേ. അങ്ങയുടെ ഭണ്ഡാരത്തിൽ നിന്ന് വേണ്ടതൊക്കെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്കായി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.